ദാവീദ് കടന്നുപോയി. ചെയ്യാൻ പാടില്ലാത്ത ലംഘനം അവൻ ചെയ്തു. അവൻ പാപം ലക്ഷ്യത്തിൽ നിന്ന് അവൻ മാറിപ്പോയി. അവൻ അകൃത്യത്തിൽ സ്തോത്രം അകപ്പെട്ടു. അവൻ കാപട്യം മറ്റുള്ള മുമ്പിൽ അഭിനയിച്ചു. എപ്പോഴാണ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളതായ ഈ മനുഷ്യൻ ഈ 4 കാര്യങ്ങൾ അകപ്പെട്ടത്? നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദാവീദിന്റെ ചരിത്രം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അവൻ നല്ലൊരു ഇടയനായിരുന്നു. അവൻ നല്ല പ്രൈസർ, നന്നായി ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. അവൻ നന്നായി ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അവൻ ഗാനങ്ങൾ അഥവാ സങ്കീർത്തനങ്ങൾ അവൻ എഴുതുന്നവനാണ്. അവൻ വലിയൊരു യോദ്ധാവാണ്. അവൻ വലിയൊരു ലീഡർ, അവൻ വലിയൊരു സൈന്യാധിപനാണ്. ഇസ്രായേലിന്റെ മധുര ഗായകനാണ്. അവൻ നല്ലൊരു സംഘാടകനാണ്. അവൻ നല്ലൊരു സ്തോത്രം അതേ രാജാവാണ്. ആൻഡ് സോ ഓൺ. 11 ടൈറ്റിലെങ്കിലും ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. വേദപുസ്തകത്തിന്റെ സ്റ്റാറുകളിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. പക്ഷെ ഒരു ദിവസം ബേർശേബ വിഷയത്തിൽ അവൻ തകർക്കപ്പെടുകയുണ്ടായി. നിങ്ങൾക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി. അന്യന്റെ ഭാര്യയെ കണ്ട് മോഹിച്ച് സ്തോത്രം അവളുടെ ഭർത്താവിനെ, അതായത് ഊരിയാവിനെ, ഒരു സ്തോത്രം ആരും അറിയാതെ, വേറെ ആരും അറിയണ്ട എന്ന ക്രമത്തിൽ അതെ അവനെ കൊന്ന് ഊരിയാവിനെ കൊന്ന് സ്തോത്രം അതേ ദാവീദ് ബേർശേബയെ തട്ടിയെടുത്തു. നിങ്ങൾക്കറിയാമോ സ്തോത്രം? പിന്നത്തേതിൽ നാഥാൻ പ്രവാചകൻ കടന്നു വന്ന് അവനോട് ഒരു കഥ പറഞ്ഞിട്ട് പറഞ്ഞു, യു ആർ ദാറ്റ് മാൻ. ആ മനുഷ്യൻ നീ തന്നെ. സ്തോത്രം. എന്റെ പ്രാർത്ഥന ഇതാണ്, ഈ തലമുറയിൽ അങ്ങനെയുള്ള ചില നാഥാൻ പ്രവാചകന്മാർ ദൈവകൃപയാൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. എപ്പോഴാണ് സ്തോത്രം ദാവീദിനെ നോക്കി നാഥാൻ പ്രവാചകൻ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞത്? ശ്രദ്ധിക്കുക, കണ്ണു തുറന്ന് കേൾക്ക്. ബെർശേബ വിഷയത്തിൽ അവൻ പാപം ചെയ്ത് പിറ്റേ ആഴ്ചയല്ല അത് നടന്നത്, നീണ്ട 12 മാസത്തിന് ശേഷമാണ് നടന്നത്. ഓൾമോസ്റ്റ് 1 വർഷം ദൈവവുമായി കണക്ഷൻ ഇല്ലാതെ ദാവീദ് ജീവിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞാൻ ഞരക്കത്തിലായിരുന്നു, ഞാൻ മൗനതയിലായിരുന്നു, എൻ്റെ അസ്ഥി ദ്രവിച്ചു പോയി, എക്സെട്ര എക്സെട്ര. കാരണം 1 വർഷം സ്തോത്രം ദൈവമായ കണക്ഷൻ തനിക്കില്ല. കാരണം താൻ ജീവിച്ചത് പാപത്തിലാണ്. അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നു, പാപത്തിൽ കഴിയുന്നവർ. പണ്ട് ആ സ്വഭാവം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ സ്വഭാവമുണ്ട്. ഇനി നാളെ എങ്ങോട്ട് പോയാലും സ്തോത്രം ആ സ്വഭാവം ഉണ്ടെങ്കിൽ അതാണ് നിന്റെ ഹാബിറ്റ്, അതാണ് നിന്റെ ഹാബിച്വൽ നേച്ചർ. ദാവീദ് സ്തോത്രം ആ പാപത്തിൽ തുടരുകയായിരുന്നു. 12 മാസം അവനത് തുടരുമ്പോൾ ലംഘനത്തിൽ തുടരുന്നു. അവൻ പാപത്തിൽ ആയിരിക്കുന്നു. സ്തോത്രം. ഇനിക്കുറ്റി അകൃത്യത്തിൽ താൻ ജീവിക്കുന്നു, കാപട്യത്തിലായിരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് കാപട്യം. തൻ രാജാവാണ്, പാട്ട് പാടുന്നുണ്ട്, പള്ളിയിൽ അതേ ആലയത്തിൽ പോകുന്നുണ്ട്, സങ്കീർത്തനം പാടുന്നുണ്ട്, നല്ല പാട്ട്, കൈയടിക്കുന്നു, താളം തെറ്റുന്നില്ല, ആരാധിക്കുന്നുണ്ട്, ഹോസന്ന പറയുമ്പോൾ യെസ് ഞാനും ഹല്ലേലൂയ ഹോസന്ന പാടി. കാപട്യം. പക്ഷേ കാപട്യം കളിക്കുമ്പോൾ കാപട്യം മനുഷ്യനെ പറ്റിക്കാം. അഗ്നി ജ്വാലക്കത്തെ കണ്ണോടുകൂടി ഇവനായ ദൈവത്തെ പറ്റിപ്പാൻ ഒരിക്കലും കഴിയാത്തില്ല.